നമസ്കാരം ഗായ്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആർക്കും ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം തമ്പനയിൽ കണ്ടപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. യെസ്, നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഒരു 212 പമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പമ്പ് എന്ന് വെച്ചാൽ പ്രീവിയസ് പമ്പ് എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഡാമേജ് ആയി. കാരണം വെച്ചാൽ 212 പമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല, ഉപയോഗിക്കാതെ ഓടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള വീൽസ് എല്ലാം ഡാമേജ് ആയി. സോ കംപ്ലീറ്റ്ലി ഡാമേജ് ആണ് നമ്മുടെ പ്രീവിയസ് പമ്പ്. അതുകൊണ്ട് തന്നെ പുതിയൊരു പമ്പ് ഞാൻ വാങ്ങാനുള്ള തീരുമാനത്തിൽ വന്നു. പഴയതിനെ വാങ്ങാൻ വിചാരിച്ചു, പക്ഷേ പഴയതും നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഒരു 800 റുപ്പീസ് മാക്സിമം കൊടുത്താൽ മതി നല്ല പമ്പിന് എന്നാണ് അൻസാരിക്ക പറഞ്ഞത്. പക്ഷേ 1500ഓളം ചോദിക്കുന്നുണ്ട് ഓൾഡ് പമ്പ്. പിന്നെ അതൊക്കെ റിപ്പയർ ചെയ്യണം എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് മാറ്റി ഞാൻ എന്തെങ്കിലും പോട്ടെ, എന്നാലും പുതിയ പമ്പ് വാങ്ങിയിടാന്നുള്ളതിൽ നമ്മൾ പ്രിക്കോളിൻ്റെ പമ്പാണ് വാങ്ങിയിട്ടിരിക്കുന്നത്. RX 100, 135 സെറ്റിനൊക്കെ വേറെ പമ്പാണ് വരുന്നത്. 135നും ഇസൈഡിനും സെയിം തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ചിലപ്പോൾ വന്നിട്ട് RX Gയിൽ ചിലപ്പോൾ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു മെക്കാനിക്കിൻ്റെ സജഷനോടെ മാത്രം പമ്പ് വാങ്ങാൻ പോകുക, അല്ലെങ്കിൽ അവൻ്റെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ അവരെയും കൂട്ടിയിട്ട് പോയിട്ട് പമ്പ് വാങ്ങാൻ പോകുക. അതായിരിക്കും കുറച്ചുകൂടെ പമ്പ് വാങ്ങുന്നവർക്ക്, ന്യൂ പമ്പ് വാങ്ങുന്നവർക്ക് കുറച്ച് ബെറ്റർ. അതേപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് പമ്പ് യൂസ് ചെയ്യുന്നവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. 100 പമ്പ് വാങ്ങിയിട്ട് 135 വിട്ടാൽ മാച്ച് ആകില്ല, 130 പമ്പ് വാങ്ങിയിട്ട് 100 ഇട്ടാൽ അതും മാച്ച് ആകില്ല. സോ അതൊന്ന് മൈൻഡ് വെക്കുക. അപ്പോൾ ഇനി നേരെ അൻസാരിക്കിൻ്റെ ഗ്യാരേജിലേക്കാണ് പോകുന്നത്. കൂടെ നമ്മുടെ സബ്സ്ക്രൈബറായ അമലും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കണ്ടിട്ട് വരും കേട്ടോ. വണ്ടി കടവയിൽ ചോദിക്കും. ഇതാണ് കൽമണ്ഡപം പറഞ്ഞ സ്ഥലം കേട്ടോ. നമുക്ക് കറക്റ്റായി കാണിച്ചു തരാം. ഇതാണ് AS ഓട്ടോപ്ലസ്. ഇവിടെ RXൻ്റെ പാർട്സുകളെല്ലാം കിട്ടുന്നതാണ്. എല്ലാ പാർട്സും കിട്ടും. കറക്റ്റ് നോക്കിയോ, ഫെഡറൽ ബാങ്ക്, ലെൻസ് കാർട്ട്, അതേപോലെ തന്നെ നമ്മുടെ മാക്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ശക്തി ഓട്ടോ ഇലക്ട്രിക്സ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ഈ വണ്ടി വരുന്ന വഴിക്കാണ് പോകേണ്ടത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ച ലൊക്കേഷൻ. എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ വന്ന് ആരും ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ വരിക. ഇവിടെ നിറയെ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിറയെ
മുതലാളി ഇവിടെ ഉണ്ടാവോ? ലീവായിരിക്കോ? ആ മുതലാളി ഉണ്ട് തോന്നാം. മുതലാളി ഇല്ലേ? അൻസാർ ഗാരേജ് ഗൈസ്. മുതലാളി നമ്മുടെ സീറ്റ് അയക്കണ്ടേ? സീറ്റ് മൊത്തത്തിൽ പോയി ഗൈസ്. അപ്പോൾ സീറ്റ് ഒന്ന് മാറണം. മാസ്ക് ഊരേ എന്നാലേ മനസ്സിലാവുള്ളൂ. ഈ ഒരു സാധനവും അതേപോലെ ഇതേപോലെ നല്ലോണം ദ്രവിച്ചു ഇവിടെ നല്ലോണം വെൽഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് താന്നിരിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. ഇതൊന്ന് ചെറിയൊരു ബെൻഡ് എടുക്കാനുണ്ട്. എന്തായാലും ഇപ്പോൾ എന്തായാലും ഒന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞ ആൾ. ഇന്നെല്ലാം കൂടെ സെറ്റാക്കണം. അപ്പോൾ സീറ്റ് കൊടുക്കുക. സ്പെയർ സീറ്റ് ആവശ്യമില്ല. നമ്മുടെ ചെക്കനോട് എണ്ണ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് പാർട്സ് കടയിൽ. അത് കൊടുത്താൽ മാത്രം ഇത് കൊടുത്താൽ മതി. എണ്ണയാണത്. ശരി ശരി ശരി. വണ്ടിയോ എടുക്കണോ? ശരി ശരി. വണ്ടി എടുക്ക ചേർക്കനെ കൊണ്ട്. ഹെൽമെറ്റ് വെച്ച എന്റെ പറയോ? ആ പറയാലോ. സമയം കേട്ടോ എൻ്റെ വലിയ വർക്കുകൾ അതിൽ തീർക്കട്ടെ എന്ന്. എന്നാൽ ഒരു ട്യൂബൊക്കെ വേണ്ടി പറ്റേ? ട്യൂബ് അടത്തിൽ വിളിക്കാം അല്ലേ? ഓണാക്കണ ചേട്ടനവനാരാ നിൽക്കുന്നത് പറഞ്ഞ? ആരാണ്? എന്നാ അനുസരിക്കാം കൊടുത്തോട്ടെ. നമ്മൾ 100 സീറ്റ് ഇല്ലേ? അതേപോലത്തെ സീറ്റ് അടിക്കാം. മാറ്റിക്കോളും. അതെ എത്ര രൂപ? അതെ ചേട്ടാ RX 100 സീറ്റിന്റെ ഫോമില്ലേ അതൊന്ന്. സ്പെയർ മാത്രം 1300 സാധനം കാണുന്നത് ഗൈസ്. പിന്നെ സീറ്റിന്റെ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാനെങ്കിലും ഉണ്ട് ഒന്നൊരു 100 രൂപ ഇല്ലാണ്ട് ഞാൻ പെട്ട പാടേ നടുതെരുവിൽ നിന്നുണ്ടാവില്ലേ? സീറ്റിന് എത്ര പറഞ്ഞ ബീഡിങ്? 450 മറ്റേ സാധനം അല്ലേ? അല്ല ഇത് റെഡിയാക്കാൻ 450യും സാറിൻ്റെ ഫോം 400 രൂപ എന്താ പറഞ്ഞു അല്ലേ? 400 സംതിങ് അല്ലേ ഫോം അല്ലേ? ആക്സിലേറ്റർ കേബിളുണ്ട്. അത് കച്ചിക്കാൻ പോകും. ആക്സിലേറ്റർ കേബിള് ഫോർക്ക് എന്തായാലും ഇപ്പം ചെയ്യുന്നില്ല. ഇതിനൊക്കെ സം റബ്ബേഴ്സ് 2 ഗ്രിപ്പ് കൂടെ വാങ്ങിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് RH LH വാങ്ങിയിട്ടുണ്ട്. ലെഫ്റ്റ് റൈറ്റ് 2 ഗ്രിപ്പ് വാങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് പിന്നെ ക്ലച്ച് ലിവർ പക്ഷെ അത് നല്ല പ്ലേ ആയിട്ടോ. പിന്നെ ഇത് യോക്ക് ക്ലച്ച് യോക്ക് മിറർ ഫിറ്റ് ചെയ്യുന്ന സാധനം കേട്ടോ. ബ്രേക്ക് ഷൂ നമ്മുടെ കൊടൈക്കനാലിലോട്ട് കൂടെ കഴിഞ്ഞ് മൊത്തം അതും വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ത്രോട്ടലിൻ്റെ ആ സാധനം പിന്നെ സം ഹോസസ് കുറച്ച് ബീഡിങ്സ് പിന്നെ ലെൻസ് കിട്ടി പമ്പിൻ്റെ ലെൻസ് അതുമുണ്ട്. പ്രിക്കോളിൻ്റെ ഓയിൽ പമ്പ് വരുന്നത് നമുക്ക് ഇപ്പോഴൊക്കെ 2200 MRP വരുന്ന മോഡലാണ്. റേറ്റ് കൂടുതലാണ്. ഇത് കുറച്ച് ഓൾഡ് സ്റ്റോക്കാണ്. മാനുഫാക്ചർ 2020 വരുന്നത് 1728. നമുക്ക് 1700 കിട്ടി. നമ്മൾ വന്നിട്ട് സെക്കൻഡ് ഹാൻഡ് കുറേ നോക്കി. പക്ഷേ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് കാര്യമില്ല. അനുസരിക്കാൻ പറഞ്ഞത് ഒരു നല്ല കണ്ടീഷനുള്ള പമ്പാണെങ്കിൽ ഒരു 800 രൂപ കൊടുക്കാം. അതിൻ്റെ മേലെ കൊടുക്കാൻ പറ്റില്ല വർക്കിംഗ് കണ്ടീഷനുള്ള പമ്പായി. പക്ഷേ ചോദിക്കുന്നവനൊക്കെ 1500. പിന്നെ വന്നിട്ട് എന്തെങ്കിലും റിപ്പയർ ചെയ്യണം അങ്ങനെയൊക്കെ പറയണം. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട എന്തിനാ അത് പഴുതെടുത്ത് പെടാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ പൈസ കളയാം. അതുകൊണ്ട് ഞാൻ പുതിയൊരു ഓയിൽ പമ്പ്
ഇത് ഉള്ളിലൊക്കെ കുറച്ച് ലൂബ്രിക്കേറ്റ് ഓയിലൊക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു മോഡലാണ് കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ബാരിങ്സ് അല്ലെങ്കിൽ വാഷേഴ്സ് അല്ലെങ്കിൽ കേബിൾസൊക്കെ ഒന്ന് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടെ ഇതിൽ ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ട്. ഫ്രഷ് പീസാണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു പേടിയും വേണ്ട യൂസ് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ വീടിൻ്റെ അവിടെ കടയുണ്ട്. അവിടെ 1700 പുറത്തൊക്കെ വന്നിട്ട് 2200 വരുന്നുണ്ട് പുതിയ മാർക്ക്. കുഴപ്പമില്ല, പഴയ പറഞ്ഞ കട എന്നിട്ട് അതല്ലേ പഴയ ഓയിൽ പമ്പ് നമ്മളൊക്കെ തേനും പോയി. ഒരു ക്രീൻ ഷൂട്ട് വാഷറുണ്ട്, പമ്പിട്ട് എനിക്ക് കണക്ട് ആവുന്ന വാഷർ. ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ നനച്ചിട്ടേക്കുന്ന ടാങ്കിന്റെ വാൾസിൽ സ്ക്രബിംഗ് ആക്ടിവിറ്റി തുടങ്ങുക എന്നുള്ളതാണ് ഡീപ് ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നാൽ ഒരു കാരണവശാലും സ്ക്രബ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ടാങ്കിന്റെ വാൾസിൽ കേടുപാടുകൾ വരുന്ന രീതിയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കുറേ കാലം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചളിയും പൊടിയൊക്കെ ഉള്ളിരിപ്പുണ്ട്. അപ്പോൾ നല്ലോണം പെട്രോളൊക്കെ ഒഴിച്ച് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വെച്ചാൽ ഇതിലെ ടെസ്റ്റൊക്കെ പോയിട്ട് പമ്പിലോട്ട് തന്നെ പറഞ്ഞാൽ പമ്പ് പിന്നെയും അയക്കാൻ പണി മുടക്കും. അതുകൊണ്ട് വൃത്തി ക്ലീൻ ചെയ്യണ്ടോ. ഓയിൽ ഗേജ് എന്ന് പറയും, നമ്മുടെ ഓയിലിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഓയിൽ ഗേജ്. നമ്മുടെ ഓൾറെഡി അത് കിടപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് തന്നെ വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ സ്റ്റിൽ വർക്കിംഗ് ആണ്, ഗുഡ് കണ്ടീഷനാണ്. വേറെ ബുദ്ധിമുട്ടുകളോ കംപ്ലൈൻറ്റുകളോ ഒന്നും കണ്ടൊന്നുമില്ല. സോ ടാങ്കും ആണെങ്കിലും ലീക്കൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കിടക്കൻ ഡീപ് ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെളി പിടിച്ച് മൂടിയിരുന്ന വാട്ടർ ടാങ്ക് വെളുത്തു കൊടുക്കാൻ സുന്ദരപ്പെടുത്താനായിട്ട്